ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട കൊച്ചി സ്വദേശി രാമചന്ദ്രന് നാട് അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ്. ചങ്ങമ്പുഴ പാർക്കിലെ പൊതുദർശനം വൈകാരിക നിമിഷങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഭൗതികദേഹം വീട്ടിലേക്ക് എത്തിക്കുന്നു എന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്. ദൃശ്യങ്ങളിലേക്ക് बोलो भारत माता की रामचंद्रन 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 ആസിഫ് മുഹമ്മദാണ് വിവരങ്ങളുമായി ചേരുന്നത്. ആസിഫ്, ചങ്ങമ്പുഴ പാർക്കിലെ പൊതുദർശനത്തിൽ നമ്മൾ വൈകാരിക രംഗങ്ങളാണ് കണ്ടത്. അദ്ദേഹത്തിന്റെ ഭാര്യയും മകളുമടക്കം ഭാരത് മാതാ കി ജയ് വിളിച്ചുകൊണ്ട് പൊട്ടിക്കരയുന്ന ദൃശ്യങ്ങൾ കണ്ടു. ഒരുപാട് പേരാണ് അവിടേക്ക് അണമുറിയാതെ ഒഴുകിയെത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഭൗതികദേഹം വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ടോ? എന്തൊക്കെയാണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ ആസിഫ്? ലക്ഷ്മി, തീർച്ചയായും വീട്ടിലേക്ക് ഇപ്പോൾ മൃതദേഹം എത്തുകയാണ്. വീടിൻ്റെ സമീപത്തേക്ക് ഇപ്പോൾ മൃതദേഹം എത്തിയിരിക്കുകയാണ്. എന്തായാലും പൊതുദർശനത്തിന് ആയിരക്കണക്കിന് വരുന്ന ആളുകളാണ് ചങ്ങമ്പുഴ പാർക്കിൽ സംബന്ധിച്ചത്. വീട്ടിലേക്കും വലിയ രീതിയിൽ ജനങ്ങൾ ഒഴുകിയെത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കളക്ടർ ഇവിടെയുണ്ട്, മന്ത്രി പി രാജീവ്, അതുപോലെ തന്നെ MLA മാർ തുടങ്ങിയവരെല്ലാവരും വീട്ടിലേക്കും എത്തിയിട്ടുണ്ട്. അവിടെ ഗവർണർമാർ ഉൾപ്പെടെയുള്ളവരാണ് ചങ്ങമ്പുഴ പാർക്കിലെത്തി മൃതദേഹത്തിന് അന്ത്യോപചാരം അർപ്പിച്ചത്. എന്തായാലും ഈ ഒരു ഭീകരാക്രമണത്തിന് പിന്നാലെ, രാജ്യം ഞെട്ടലുണ്ടാക്കിയ ഭീകരാക്രമണത്തിന് പിന്നാലെ നമ്മുടെ മലയാളിയായ ഒരാൾ കൂടി അതിൻ്റെ ഇരയാക്കപ്പെട്ടു എന്നുള്ള അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ രാമചന്ദ്രൻ്റെ മൃതദേഹം കാണാൻ വലിയ രീതിയിൽ നാട് ഒന്നാകെ ഇപ്പോഴും ഇങ്ങോട്ട് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യക്കാരനായതിനാൽ മാത്രം ഭീകരവാദികളുടെ തോക്കിൻ്റെ ഇരയാകേണ്ടി വന്ന ആൾ എന്ന നിലയിൽ തന്നെയാണ് രാജ്യം അദ്ദേഹത്തിൻ്റെ മൃതദേഹം കാണാനായി ആളുകൾ ഇങ്ങോട്ട് ഒഴുകിയെത്തുന്നത്. ഭീകരതയോടുള്ള ആളുകളുടെ ഒരു പ്രതിഷേധം കൂടിയാണ് ഇവിടെ ഒഴുകിയെത്തുന്ന ജനങ്ങളെന്ന് നമുക്ക് പറയാൻ കഴിയും. അതിലും വലിയ രീതിയിൽ തന്നെ ആളുകൾ ഈ ഒരു പ്രദേശത്തേക്ക് ഇപ്പോൾ എത്തുന്നുണ്ട്. വീട്ടിൻ്റെ ഇടവഴികളെല്ലാം നിറഞ്ഞ നിലയിലാണ്. എന്തായാലും ആ ഒരു ചെറിയ ഇടവഴിയിലേക്ക് അദ്ദേഹത്തിൻ്റെ മൃതദേഹവുമായുള്ള ആംബുലൻസ് എത്തിയിരിക്കുകയാണ്. ആ ആംബുലൻസ് അദ്ദേഹത്തിൻ്റെ വീടിന് സമീപത്തേക്ക് ഇപ്പോൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം വീട്ടിലേക്ക് മൃതദേഹം എടുത്തു വെച്ചതിന് ശേഷമായിരിക്കും മറ്റ് മതപരമായ ചടങ്ങുകൾ നടത്തുക. എന്തായാലും ഇവിടെയും വലിയ ജന പങ്കാളിത്തമാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ട് ഇരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ മൃതദേഹം അവസാനമായി ഒന്ന് കണ്ട് അന്ത്യോപചാരം അർപ്പിക്കുക എന്ന ഒരു ആഗ്രഹത്തോടുകൂടി തന്നെയാണ് ആളുകൾ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം ഏറ്റവും ഒടുവിൽ ഇവിടെ നിന്ന് മകൾക്കും പേരക്കുട്ടികൾക്കും ഭാര്യയ്ക്കുമൊപ്പം ഇവിടെ നിന്ന് മടങ്ങിയതിന് ശേഷം ഭീകരാക്രമണത്തിൻ്റെ ഇരയായി കൊല്ലപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇപ്പോഴാണ് ഈ വീട്ടിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ മൃതദേഹം സ്വാഭാവികമായും മോർച്ചറിയിലായിരുന്നു സൂക്ഷിച്ചിരുന്നത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്രയുടെ നിമിഷങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മകൻ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ആംബുലൻസിന് ഉള്ളിലുണ്ട്. വീടിന് അടുത്തേക്ക് ആംബുലൻസ് അടുപ്പിച്ച് അവിടെ മൃതദേഹം ഇറക്കുക എന്നതാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. വലിയ ഒരു ജനാവലി ഇങ്ങോട്ട് ഒഴുകിയെത്തുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതിവൈകാരികമായാണ് മക്കൾ ഈ ഒരു മൃതദേഹത്തെ ഏറ്റവും ഒടുവിൽ പൊതുദർശനം കഴിഞ്ഞ് ഇങ്ങോട്ട് എടുക്കുന്ന വേളയിലടക്കം പൊട്ടിക്കരഞ്ഞുകൊണ്ട് നമ്മൾ അത് കണ്ടതാണ്. രാവിലെ മൃതദേഹം മോർച്ചറിയിൽ നിന്ന് എടുക്കുന്ന സമയത്തും ആ യാത്രയിൽ ഒപ്പമുണ്ടായിരുന്ന മകൾ ആരതിയടക്കം വലിയ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അവിടെ നിന്ന് പോലും ആ മൃതദേഹം ഏറ്റവും ഒടുവിൽ വിടവാങ്ങുന്ന സമയത്ത് പോലും കൂടെയുള്ളത് എന്ന് നമ്മൾ കാണാൻ കഴിയും. കാരണം അത്ര വലിയ ഒരു ആഘാതത്തിലാണ് അവരടക്കമുള്ളവരുണ്ടായിരുന്നത്. കാരണം തങ്ങളുടെ മുമ്പിൽ വെച്ചാണ് ആ ഒരു ഭീകരാക്രമണം നടക്കുന്നത്. അത്രത്തോളം അതിൻ്റെ ഒരു ഭീകരത നേരിട്ട് കണ്ട ആളുകളാണ് എന്നുള്ളത് അതിൽ ഏറ്റവും
പ്പെട്ട ഒരു കാര്യമായി നമുക്ക് എടുത്തു പറയേണ്ടി വരും. ഏതായാലും ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് വീടിൻ്റെ മുമ്പിലും വലിയ രീതിയിൽ ജനാവലി തടിച്ച് കൂടിയിരിക്കുകയാണ്. ആംബുലൻസിൽ നിന്ന് നിലവിൽ മൃതദേഹം ഇറക്കാനുള്ള ശ്രമം തുറന്നുകൊണ്ട് ഇരിക്കുകയാണ്. അത്രത്തോളം വരുന്ന ജനങ്ങൾ ഇവിടെ ഇപ്പോൾ തങ്ങി നിൽപ്പുണ്ട്. അപ്പോൾ അവരുടെ ഇടയിൽ കൂടി വേണം ആ മൃതദേഹം ഇറക്കി വീട്ടിലേക്ക് എത്തിക്കാൻ. വീട്ടിലേക്ക് എത്തിച്ചതിന് ശേഷം മതപരമായ മറ്റ് ചടങ്ങുകളിലേക്ക് കടക്കുകയും 12 മണിയോടുകൂടി മൃതദേഹം ഇടപ്പള്ളി പൊതു ശ്മശാനത്തിലേക്ക് എത്തിക്കണമെന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഒരു പക്ഷേ കുറച്ച് സമയം നീണ്ടുപോയേക്കാം. കാരണം പൊതുദർശനം പോലും നിശ്ചയിച്ച സമയത്ത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. അതുപോലെ ജനാവലി ഇങ്ങോട്ട് ഒഴുകിയെത്തിയിരുന്നു എന്നുള്ളതാണ് ആ പൊതുദർശനം നീണ്ടുപോകാൻ ഇടയാക്കിയിട്ടുള്ളത്. എന്തായാലും ഈ ആളുകൾ ഇവിടെ തിങ്ങി നിൽക്കുന്ന ആളുകളെ മാറ്റിയതിന് ശേഷം മാത്രമാണ് ആംബുലൻസിൽ നിന്ന് പോലും മൃതദേഹം പുറത്തേക്ക് ഇറക്കാൻ കഴിയുക. അതിനുള്ള ശ്രമം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. കാരണം വഴിയൊരുക്കിൽ കൊടുത്താൽ മാത്രമാണ് വീട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ മൃതദേഹം എത്തിക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും അദ്ദേഹം പ്രവാസിയായി അദ്ദേഹം ജീവിതത്തിൻ്റെ വലിയൊരു പങ്ക് പ്രവാസ ജീവിതം നയിച്ചയാളാണ്. അതിനുശേഷം നാട്ടിലേക്ക് മടങ്ങിയെത്തി ഏകദേശം 5 വർഷമായി നാട്ടിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. പൊതുപ്രവർത്തകനായി അദ്ദേഹം ആ ബിസിനസ്സിനൊപ്പം തന്നെ പൊതുപ്രവർത്തനവും അദ്ദേഹം നടത്തി വന്നിരുന്നു. അതിന് സഹപ്രവർത്തകരായ നിരവധി ആളുകൾ ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് ഒഴുകിയെത്തിയിട്ടുണ്ട്. എന്തായാലും എയർപോർട്ടിലേക്ക് വിമാനത്താവളത്തിലേക്ക് മൃതദേഹം എത്തിച്ചത് മുതൽ വലിയ ജനാവലി തന്നെയാണ് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എല്ലായിടത്തും തടിച്ചുകൂടുന്നത്. അത് ഈ നാടിൻ്റെ നോവായി മാറിയ ഒരു ഭീകരാക്രമണത്തിൻ്റെ ഇരയായി മാറിയ വ്യക്തി തന്നെയാണ് രാമചന്ദ്രൻ എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ആ ഒരു നാടിനോടുള്ള സ്നേഹവും പ്രതിബദ്ധതയും ഭീകരതയോടുള്ള എതിർപ്പുമെല്ലാം വലിയ രീതിയിൽ പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ മുഴുവൻ ഇങ്ങോട്ട് ഇപ്പോഴും ഒഴുകിയെത്തിക്കൊണ്ട് ഇരിക്കുന്നത്. മതജാതി ഭേദമില്ലാതെ തന്നെ ഇങ്ങനെ ആളുകൾ ഇങ്ങോട്ട് എത്തിക്കൊണ്ട് ഇരിക്കുന്നുണ്ട്. MLA-മാരടക്കമുള്ളവർ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത് നമുക്ക് കാണാം. മന്ത്രി പി രാജീവുണ്ട്, അൻവർ സാദത്ത് MLA ഉണ്ട്, KJ മാക്സി MLA ഉണ്ട്. അവരെല്ലാവരും ആ മൃതദേഹം ഇപ്പോൾ പുറത്തേക്ക് എടുക്കുന്നതിന് സഹായിക്കാനടക്കം ഹൈബീഡൻ MP ഉണ്ട്. അങ്ങനെ എല്ലാവരും ആ ഒരു മൃതദേഹം പുറത്തേക്ക് ആംബുലൻസിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്നതിലടക്കം പങ്കാളിയായിക്കൊണ്ട് ഇരിക്കുകയാണ്. അങ്ങനെ അതൊരു നാടിൻ്റെ മുഴുവൻ നോവായി മാറിയ ഒരു സംഭവം തന്നെയാണ് ഈ ഒരു ഭീകരാക്രമണത്തിൽ ഒരു ഇരയായിപ്പെട്ട രാമചന്ദ്രൻ എന്നുള്ളത് നമ്മൾ ഇനി എടുത്ത് ആവർത്തിച്ച് പറയേണ്ടതില്ല. അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഏറ്റവും ഒടുവിലെ യാത്രയ്ക്കായി ആ വീട്ടിലേക്ക് കയറ്റുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ മകൻ ആ ശവമഞ്ചത്തിൽ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ വൈകാരികമായ ഒരു കാഴ്ച തന്നെയാണ് ഇവിടെ ഇപ്പോഴും ഉണ്ടായിക്കൊണ്ട് ഇരിക്കുന്നത്. ആളുകൾ വലിയ രീതിയിൽ തടിച്ച് കൂടിയിട്ടുണ്ട്. ഇന്ത്യക്കാരൻ ആയി എന്നുള്ള ഒരൊറ്റ കാരണം മുൻനിർത്തി ഭീകരവാദികൾ ഇത്തരത്തിൽ നമ്മുടെ അതിർത്തിക്കുള്ളിലേക്ക് ഇരച്ചു കയറി നിരപരാധികളെ വെടിവെച്ചു കൊന്ന അതിദാരുണമായ ഒരു സംഭവത്തിൻ്റെ ഇരയാക്കപ്പെട്ട അദ്ദേഹം ഈ നാടിൻ്റെ മുഴുവൻ നോവായി മാറി. ഏറ്റവും ഒടുവിൽ അദ്ദേഹം കഴിഞ്ഞ കുറേ കാലങ്ങളായി അദ്ദേഹം കഴിഞ്ഞുകൂടിയിരുന്ന സന്തോഷത്തോട് കഴിഞ്ഞുകൂടിയിരുന്ന വീട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ ജീവനറ്റ ശരീരം ഇപ്പോൾ പഹൽഗാമിൽ ഭീകരവാദി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാമചന്ദ്രന്റെ മൃതദേഹം അദ്ദേഹത്തിൻ്റെ ഇടപ്പള്ളിയിലുള്ള വസതിയിലേക്ക് എത്തിച്ചിരിക്കുന്നു. ചങ്ങമ്പുഴ പാർക്കിലായിരുന്നു നേരത്തെ പൊതുദർശനം. അവിടെ അതിവൈകാരികമായ രംഗങ്ങൾക്കാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത്. നിരവധി പേർ അദ്ദേഹത്തെ കാണുവാനായി എത്തിച്ചേർന്നിരിക്കുകയാണ്. അത്രയും പൊതുസമ്മതനായ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരവധി പ്രമുഖരായിട്ടുള്ളവർ, ഗവർണർ അടക്കമുള്ളവർ അവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്.